മത്സ്യകന്യകയെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് കരുതി കേട്ടോ. നേരെ വീട്ടിലോട്ടല്ല ഞങ്ങൾ പ്ലാൻ ചെയ്തത്, നേരെ ഒന്ന് കനകക്കുന്ന് കൊട്ടാരത്തിലൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു തിരിച്ചു വരാൻ പറ്റില്ല, അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് ഇടിയും തള്ളും ഇതൊന്നും കൊള്ളാൻ പറ്റില്ല, അമ്മ ചിലപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ പിള്ളേരുടെ നിർബന്ധം കൊണ്ടിട്ട് പാർക്കിൽ പോകണമെന്നൊക്കെ പറഞ്ഞ നിർബന്ധം കൊണ്ടിട്ടാണ് നേരെ നമ്മൾ കനകക്കുന്നിൽ പോയത്. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ അതിനൊന്നും സ്ഥലവും കിട്ടിയില്ല, കുറേ ചുറ്റി തിരിഞ്ഞു. ഒടുവിൽ ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ കനകക്കുന്നിലോട്ട് നടക്കുവാണ്. പോകുന്ന വഴിയൊക്കെ പരിചയക്കാർ ഒരുപാട് പേരെ കണ്ടു. എല്ലാ പേരും സുഖമാണോ ചോദിച്ചു, അമ്മമാർ ചോദിച്ചു, ഒരമ്മയെ കാണിച്ചു കൊടുത്തു, ഒരമ്മ എവിടെയെന്നൊക്കെ ചോദിച്ചു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ കനകക്കുന്നിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ ചോദിക്കുവാണ്, അപ്പം ഞാൻ പോകുന്ന വഴിക്ക് അമ്മയോട് പറയണം, അമ്മ നമുക്ക് ലൈറ്റ് കാണാൻ പോകുന്നത്. അപ്പം അമ്മ ചോദിക്കുന്ന ലൈറ്റ് കാണാൻ ഞാൻ അവിടെ പോകണേ, എന്തിനാ വീട്ടിൽ ലൈറ്റില്ലേ, അത് കണ്ടാൽ പോരെ നമ്മ. അപ്പം ഞാൻ പറഞ്ഞ ആ ലൈറ്റല്ല, ഇത് 100 രൂപയെ വിവിധ കളറുകളൊക്കെ ഉള്ള കുഞ്ഞ് ലൈറ്റുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്ക് ഒന്നും സംശയങ്ങളും ഇല്ല, ആശ്ചര്യവും ഇല്ല, ഒന്നുമില്ല. എന്തിന് അവിടെ കയറി. എവിടെ താമസം? വളരെ അടുത്താണല്ലോ. ഇല്ല, അമ്മ ചേട്ടന്റെ കൂടെ, സഹോദരന്റെ കൂടെ കുറച്ച് നാളെ വരും. ഓണമായിട്ട് അങ്ങ് പോയതാ. ഇത് 2 പേരോ? ശരി, ഓക്കെ. അവിടെ പോടാ. സൂപ്പറായിരുന്നു അല്ലേ? കുഞ്ഞി എവിടെയാടാ? ഇത് അയ്യോ പിടിച്ചു. അപ്പോ ഞങ്ങള് എവിടുന്ന് മ്യൂസിയത്തിൽ പാർക്കോ? അതെ, എൻട്രി പുറത്തേക്ക് ഇറങ്ങണം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ അല്ല വിചാരിച്ചോണ്ട് വന്നത്, അർമാദിക്കാനൊക്കെ കരുതി വന്നേനെ. പക്ഷെ ഇടി കൊണ്ട് തന്നെ പകുതി തളർന്നു. നല്ല തിരക്ക്, രക്ഷയില്ല. ടിക്കറ്റൊക്കെ ആരാ? ജബ നമ്മളും ജബ. ഓക്കെ. അവിടെ കണ്ടോ? അമ്മ വീട്ടില് ഫുഡ് ഉണ്ട് കേട്ടോ. വീട്ടില് ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞുതരാം അവനേല്. ഞങ്ങള് തേണ്ട കനകക്കുന്നില് പാർക്കിലൊക്കെ പോയിട്ട് തിരിച്ചിതാ പുറത്തിറങ്ങോളം തളർന്നു. ഞങ്ങൾക്ക് ഇനി വയ്യ. ഓപ്പോസിറ്റ് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോണം എന്നൊക്കെ കരുതിയാണ്. പക്ഷെ തളർന്നു. വേണ്ട, അമ്മ ഭൂമിയിൽ നോക്കി നടക്കോളൂ, ആകാശത്ത് നോക്കൂല, വീഴും. അതൊരു കോൺസെപ്റ്റ് ആണ്. തറയിൽ നോക്കിയില്ലെങ്കിൽ വീഴുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മുഖത്ത് നോക്കാതെ. ഓക്കെ, അപ്പൊ വെളിയിലോട്ട് ഇറങ്ങുവാണ്. വെളിയിൽ വെച്ചിട്ടാണ് അമ്മമ്മയുടെ വീട്ടിലാണ് വീണത്. ആളിന്റെ മുഖത്തല്ല, അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ആളിന്റെ മുഖത്ത് നോക്കണം, അതിൽ നോക്ക്. വാ, നടന്നു വാ. പോകുമ്പോഴുള്ള ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കടല കേട്ടോ. ഈ കടല വാങ്ങിച്ച് തിന്നും എന്നല്ലാണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നവർ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് ചേട്ടൻ ചോദിച്ചത്, നീ ഇതെന്തിനാ വായി നോക്കിയിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയപ്പോൾ അത് ഇതിന് കഷ്ടപ്പെട്ട് നോക്കണേ എന്തിനാ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുതരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ നോക്കി പഠിച്ചു. അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കി കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ സാധനം വീട്ടിലുണ്ടാക്കി.
അമ്മയ്ക്ക് കടല വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് കപ്പലണ്ടി മേടിച്ചു കൊടുത്തു. രണ്ടുപേർ കപ്പലണ്ടി മേടിച്ച് അമ്മ ഓക്കെ ആയി. ചൂച്ചേട്ടാ ഇതൊന്ന് പിടിച്ചേ. എവിടെ ഒന്ന് മാറിത്തരോ, ഒന്ന് പൈസ കൊടുത്തോട്ടെ. അങ്ങനെ അമ്മ ഒരിക്കലും ചിന്തിക്കുകയും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കളറുകൾ നിറഞ്ഞ ലൈറ്റുകൾ കാണിച്ചു കൊടുത്തു കേട്ടോ. അമ്മ വീട്ടിലുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇപ്പം എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ചിരിക്കുന്നു. ഭയങ്കര സന്തോഷമായ കേട്ടോ ലൈറ്റുകൾ കണ്ടപ്പോഴേ. അപ്പോൾ ഇനി വീട്ടിലോട്ട് ടാറ്റാ ബൈ ബൈ.